തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ അത്രയും രൂപ ക്യാഷ് ആയിട്ട് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാ. അങ്ങനെ വഴിക്കുവാ. ക്യാഷിലേക്ക് ചെക്ക് തന്നാ മതി. ഇന്ന് തന്നെ അത് വേണം. അതെ, വെറും ഒരു 50,000 രൂപയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കൈ നീട്ടാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ. എന്നാ പിന്നെ നാളത്തെ ഡേറ്റ് ഇട്ട് ചെക്ക് കൊടുത്തേക്ക്. അപ്പോഴേക്കും നമ്മൾ അക്കൗണ്ടിൽ കാശിട്ടാ മതിയല്ലോ. അമ്മേ, നാളത്തെ ഡേറ്റ് ഇട്ട് ചെക്ക് തന്നാ മതിയോ? ഓ മതി. പിന്നെ നാളെ ചെക്കുമായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോ അവിടെ കാശുണ്ടായാ മതി. അതുണ്ടാവും. ധൈര്യമായിട്ട് ബാങ്കിൽ കൊടുത്തോ. സത്യ, ചെക്ക് കൊടുത്തോ. വാ, എന്നാ വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ അമ്മേ, ചെക്ക് തരാം. ഇരിക്കമ്മേ. ഓ എടാ, ഫാൻ നിട്ടടാ. അല്ല, ചെക്ക് ആരുടെ പേരിലമ്മേ വേണ്ടത്? പേരൊക്കെ ചെക്ക് മാറുന്നയാൾ എഴുതിക്കോളും. നീ ഒപ്പൊക്കെ ഇട്ടിട്ടെങ്കിൽ എഴുതി തന്നാ മതി. എന്നാ ക്യാഷ് ഒക്കെ എഴുതി ഒപ്പിടാം. പേര് ബാങ്കിൽ കൊടുക്കുന്ന ആളുടെ ആയാലും മതിയല്ലോ, അല്ലേ ശ്യാമേ? അതെ അതെ, അത് മതി. പിന്നെ ബാങ്കിൽ അക്കൗണ്ടിൽ ആരെങ്കിലും ആവണമെന്നുള്ളൂ. ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരാ ഉള്ളത്? പിന്നെ അല്ല, ഇത് നാളെ കൊടുക്കുമ്പോ ഞാൻ കാശില്ലാതെ നാണം കെടേണ്ടി വരില്ലല്ലോ. അമ്മയോട് ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഇല്ലെന്നാ എന്റെ വിശ്വാസം. എന്നാ ശരി. അതെ, എന്നെങ്കിലും നിങ്ങളുടെ ഈ കാശ് ഞാൻ തിരിച്ചു തരും. അതുവരെ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. കേട്ടല്ലോ? ശരി, മാറി നിക്കട അങ്ങോട്ട്. ഇതവരെ ആന്റിക്ക് തന്നൊരു പണി കൂടിയാണല്ലോ. എന്തു പറ്റി ഹർഷേ? ഈ ചെക്ക് ബാങ്കിൽ കൊടുത്ത 50,000 കിട്ടില്ലേ? അതൊക്കെ കിട്ടും. പക്ഷേ ഇത് ആരുടെയെങ്കിലും അക്കൗണ്ട് വഴിയെ മാറാൻ പറ്റൂ. എന്നുവെച്ചാ ഇത് കണ്ടില്ലേ, ചെക്കിന്റെ സൈഡിൽ 2 വര വരച്ചിരിക്കുന്നത്. ഇനി ഇത് മാറുന്നയാള് അയാളുടെ പേരും അക്കൗണ്ട് നമ്പരും ചെക്കിൽ എഴുതി ബാങ്കിൽ കൊടുക്കാനേ പറ്റൂ. ക്യാഷ് അക്കൗണ്ടിൽ വീഴും. അതിനെന്താ, നമുക്ക് കാശ് കിട്ടിയാ പോരെ? എനിക്കത് മതി. പക്ഷേ സുശീലാന്റി ആ കാശ് വാങ്ങിയത് എനിക്ക് തരാൻ വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലാവും. ആന്റിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അത് കുറച്ച് പ്രശ്നം തന്നെയാണ് ഹർഷേ. 100 ചോദ്യങ്ങൾ ചോദിക്കുന്നേ. അവസാനം ഈ പൈസ ഞാൻ ചെലവാക്കിയത് എന്തിനാണെന്ന് ആരെങ്കിലും അറിഞ്ഞാ അത് അതിലും വലിയ പ്രശ്നമാവും. എന്തായാലും ആന്റിയുടെ മകനും മരുമകനും വലിയ ബുദ്ധിമാന്മാരാ. നമുക്കിത് പൊളിക്കാം ആന്റി. ആന്റിക്ക് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ആന്റിയുടെ അക്കൗണ്ടിൽ മാറായിരുന്നു. ഈ കാശ് എന്റെ അക്കൗണ്ടിൽ വീണാലല്ലേ ചോദ്യം വരും.